ഹലോ ഗൈസ്, ഇത് മന്നങ്കാവ് ALP സ്കൂൾ. എൻ്റെ മോൻ അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR ട്രെയിനിങ്. ക്ലാസ് എടുക്കാൻ വന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും 3 വ്യക്തികളാണ്. ക്ലാസ് എടുക്കുന്നത് പാവന കൃഷ്ണ. ആദ്യം തന്നെ നമുക്ക് പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് ക്ലാസ് ആട്ടോ. അയച്ചാൽ നമുക്ക് പൊള്ളലേറ്റാലും ബ്ലീഡിങ് വന്നാലും നായ കടിച്ചാൽ പാമ്പ് കടിച്ചാൽ അപസ്മാരം വന്നാൽ ഇതിനെപ്പറ്റിയുള്ള എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് മാഡം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നീട് പറഞ്ഞു തന്നത് കുട്ടികളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ, ഭക്ഷണം മാത്രമല്ല ഭക്ഷണം മുലപ്പാൽ ഒക്കെ തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്താ ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. 5 പ്രാവശ്യം നമ്മളെ കുട്ടികളുടെ പുറത്തോട്ട് തട്ടി കൊടുക്കണം. 1 2 3 4 5 പ്രാവശ്യം കൊടുത്തോ. ഇനി അതേപോലെ ഇങ്ങോട്ട് തിരിയ, അവർക്ക് 5 പ്രാവശ്യം കംപ്രഷൻ കൊടുക്കാം. 5 പ്രാവശ്യം നെഞ്ചത്തോട്ട് അമർത്തണം. ഇതിനെയാണ് ടൂത്ത് തമ്പ് കംപ്രഷൻ എന്ന് പറയുന്നത്. കമ്പൻസേഷൻ മെത്തേഡ് എന്നൊക്കെ പറയും. ഇങ്ങനെ അമർത്തി കൊടുക്കണം 5 പ്രാവശ്യം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 കൈ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു കൈ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുത്താലും മതി. 5 പ്രാവശ്യം. ക്ലിയർ അല്ലേ? എന്താണെങ്കിലും തൊണ്ടയിൽ കുടുങ്ങി ഈ കുട്ടികൾക്ക് കാണുന്ന സിംറ്റംസ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, കരയാൻ പോലും പറ്റത്തില്ല. ഇതൊക്കെയായിരിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ കാണുന്ന ആദ്യത്തെ സിംറ്റംസ്. അപ്പൊ ഇവരെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു കാല് ഫ്രണ്ടിലോട്ട്, തല കുറച്ച് താഴ്ത്തിയിട്ട് 5 പ്രാവശ്യം തട്ടണം. അതേപോലെ തന്നെ ഇപ്പത്തെ കയ്യിൽ വെക്ക്, അവരുടെ നെഞ്ചത്തോട്ട് 5 പ്രാവശ്യം അമർത്തണം. ഇങ്ങനെ നിൽക്കാം. ഒരു 6-7 വയസ്സായ ഒരു കുട്ടികളിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ ചെയ്യേണ്ടതാണ് ഇപ്പോൾ മാഡം നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നീട് എടുത്തതാണ് CPR. ഒരാൾ നമ്മളെ മുന്നിൽ കുഴഞ്ഞ് വീണ് ബോധമില്ലാതെ കിടക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ CPR നൽകാം. പിന്നെ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ആൾക്കാരെ വിളിച്ച് വരുത്തുക. എന്തായാലും നമ്മൾ ചെയ്യുമല്ലോ, നമ്മൾ എന്തായാലും ഈ ഒരു സമയത്ത് സ്റ്റക്കാവും. എന്താ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരും. അപ്പോൾ അവിടെ ഈ വീണ ആൾക്ക് ബോധമുണ്ടോ നോക്കുക, അയാളെ വിളിച്ചു നോക്കുക, തട്ടി വിളിച്ചു നോക്കുക. ഈ ഒരു അനക്കം ഒന്നും ഇല്ലെങ്കിൽ മാത്രം നമ്മൾ CPR കൊടുക്കുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നല്ലൊരു ക്ലാസ് ഭാവന മേഡം അവിടെ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഒരു പക്ഷേ നമ്മളെ മുന്നിൽ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചാൽ ഒരാളെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഷോൾഡർ. അത് മൂന്നാമത്തെ. വെരി ഗുഡ്. ഷോൾഡറിൽ അടിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു?